ഹലോ വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ വീഡിയോ. ഇറ്റ്സ് മീ T4 Earnings. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഓൾഡ് ഒരു ചാനൽ ഉണ്ടായിരുന്നു T4 Earnings എന്ന് പറഞ്ഞത്. അത് ഓൾമോസ്റ്റ് 11K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനൽ ചില സാങ്കേതിക കാരണത്താൽ പെർമനൻ്റ്ലി ഡിസ്ബാൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയേക്കാണ്. സോ ഇന്ന് നമ്മൾ എന്തായാലും ഒരു UPI വിഡ്രോവൽ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. സോ ഗൈസ്, എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ ഡൗട്ട് കാര്യങ്ങളെല്ലാം കമൻറ്റ് ആയിട്ട് ചോദിക്കുക. സോ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിനെക്കാട്ടിൽ ഞാൻ 4 ഇയർ മുന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത്. അന്നത്തെ യൂട്യൂബ് ഇട്ടാം. സോ അതിനേക്കാട്ടിൽ മുന്നേ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓൾമോസ്റ്റ് 4-5 ഇയറായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു പ്ലേ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പിന്നെ UPIയിലൂടെ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതിൽ ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ നിവർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെക്കിൻ ചെയ്തുകൊണ്ട് തന്നെ ഏണിങ്സ് കിട്ടും. പിന്നെ ഏണിങ്സ് എല്ലാം വരുന്നത് ഡയറക്റ്റ് INRലോട്ട് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായി കൺവേർട്ട് ആവും. കോയിൻസ് കൺവേർഷൻ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. പോയിൻറ്റ്സ് ആണെന്നാലും അത് ഓട്ടോമാറ്റിക്കായി കൺവേർട്ട് ആവും. പിന്നെ പേയ്മെൻറ്റ് എല്ലാം 100% ഷുവറാണ്. ഇപ്പോഴും യാതൊരു ഇഷ്യൂ ഇല്ലാതെ നമ്മുടെ മാർക്കറ്റിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. പിന്നെ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ പ്രൊജക്റ്റുകളെല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ക്രിപ്റ്റോ ലൂട്ട്സുകൾ, അല്ലാത്ത ലൂട്ട്സുകൾ, ക്രിപ്റ്റോ മാത്രമല്ല, നിങ്ങളൊരു PayTM UPI ലൂട്ടർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഏണിങ്സ് ഉണ്ടാക്കാം. എന്തൊരു അപ്ഡേറ്റ്, ട്രിക്സ്, ടിപ്സ്, ബഗ്, മോഡിഫിക്കേഷൻ എല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. സോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ്. ഒക്കെ ഒരുപാട് ലൂട്ട് ഓഫേഴ്സ് ഡെയിലി ഇടുന്നുണ്ട്. പിന്നെ ഗീവ് അവേസിന് വേണ്ടിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഒരു കാര്യം കൂടി പറയാനുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ്, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതാണ് നമ്മുടെ ക്രിപ്റ്റോ ലൂട്ടുകളെല്ലാം. ഇതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇപ്പം താൽക്കാലികമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് വരുന്നത്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ ലൂട്ടുകളിൽ ഒരു 2-3 ലൂട്ടുകൾ ഇപ്പോൾ അടുത്ത് ലിസ്റ്റാവും. ഇന്ന് ഓൾമോസ്റ്റ് ഞാൻ ചാനൽ ഇന്നിപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് ഇടുന്നത്. ഇന്ന് 25 മെയ് 25 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5-6 ഒരാഴ്ചൻ്റെ ഉള്ളിൽ മറ്റേ കോയിൻസ് ലിസ്റ്റാവും. സോ ഐ ഡോണ്ട് ഹാവ് എനി ഹോപ്പ്. എനിക്കൊരു ഹോപ്പും ഇല്ല. ഞാനിപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരാഴ്ച വീഡിയോ ഇട്ടുകൊണ്ട് എല്ലാവരിലേക്കും ഈ ഒരു ലിങ്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് പറഞ്ഞത് മാക്സിമം നമ്മളെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലത്തെ റൂട്ടെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ വീഡിയോയിലോട്ട് പോവാം. സോ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് പ്ലേ സ്റ്റോറിലോട്ട് റീഡാക്റ്റ് ആകും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ അക്കൗണ്ട് വഴി സൈൻ ഇൻ ചെയ്യുക. ഗൂഗിൾ അക്കൗണ്ട് വഴിയോ ഇമെയിൽ വഴിയോ എങ്ങനെ വെച്ചാൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ പേര് കേസ് റിവാർഡ് ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസിലോട്ട് വരും. ചെറിയ ജോയിൻ ബോണസ് കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, സോ എൻ്റെ വാലിറ്റി ഇപ്പോൾ ഒരു 10 INR, അതായത് 10 രൂപ കിടക്കുന്നുണ്ട്. സോ ഇതിലെന്ന് പറയുന്നത് നമുക്ക് ഏണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓഫർ വാൾസ് ഉണ്ട്, വീഡിയോ വാച്ച്, അങ്ങനെ ഒരുപാട് ഓഫർ വാൾസിൻ്റെ കമ്പനി ഇവിടെ കാണാൻ പറ്റും. സോ ഏത് ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഏത് കമ്പനിയാണ്, അല്ലെങ്കിൽ ഏതൊരു സെക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ ആയിട്ട് ഓഫർ വാൾ എടുക്കുന്നു. സോ അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്താൽ പോയിൻറ്റ്സ് കിട്ടും. പിന്നെ അവർ ഓരോന്ന് പറയും, വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്താൽ പോയിൻറ്റ്സ് കിട്ടും. ഇവർ തന്നെ പറയുന്നുണ്ട് ഓപ്പൺ ആപ്പ് ആൻഡ് ഈ ഒരു ആപ്പിൻ്റെ ടാസ്ക്കാണ് രജിസ്റ്റർ ചെയ്യുക. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഇവിടെ താഴെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കും, ഓപ്പൺ ദ ആപ്പ് ആൻഡ് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ. അതിനർത്ഥം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഇവിടെ കൊടുത്തേക്കുന്നതും രജിസ്റ്റർ ചെയ്യണമെന്നാണ്. എന്നാൽ ഞാൻ വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. എല്ലാം രജിസ്റ്ററിൻ്റെ നല്ല ഉണ്ടാവുക. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. മിക്കവാറും അത് പാൻ കാർഡ് അങ്ങനത്തെ എല്ലാം വേണ്ടി വരും. എന്നാൽ വേറൊരു സെക്ഷൻ എന്താ കണ്ടോ, ഈ ഒരു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ദി ആപ്ലിക്കേഷൻ ആൻഡ് യൂസ് ഫോർ ഫ്യൂ മിനിറ്റ്സ്, അതായത് കുറച്ച് മിനിറ്റത്തേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ പല കാറ്റഗറിയിലെ ടാസ്ക് നിങ്ങൾക്ക് കിട്ടും. ഒന്നാമത്തത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതിയാകും. രണ്ടാമത്തെ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ ഇൻസ്റ്റാൾ ചെയ്ത് ചിലപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. പാൻ കാർഡ്, ആധാർ കാർഡ്, സെൽഫി ഒക്കെ വെച്ച് KYC കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് നാലാമത്തത് ചിലപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. സോ അതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളുടെ ചോയ്സിന് നിങ്ങൾ ചൂസ് ചെയ്യുക. കണ്ടോ, ഇവിടെ ഒരു ആപ്ലിക്കേഷൻ KYC കംപ്ലീറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ ഒരു ചോയ്സിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈസി ആയിട്ട് എടുക്കുന്നതായിരിക്കും ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതും. സോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാനാണ് നിങ്ങൾ സ്റ്റേബിളായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇതായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. സോ ഇതിലുള്ള ഓഫർ വാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഓഫർ വാൾ നിങ്ങൾ ഓൾറെഡി ചെയ്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓഫർ വാൾസ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ടാസ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഗെയിംസ് കളിക്കുന്ന ടാസ്ക് എല്ലാം ഉണ്ട്. ഗെയിംസ് കളിക്കുന്ന ടാസ്കൊക്കെ കുറച്ച് ഹാർഡായിരിക്കും, പക്ഷേ നല്ല സിമ്പിളായിട്ട് കോയിൻസ് കിട്ടും. സോ നിങ്ങൾ ഗെയിം അഡിക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിങ്ങളുടെ കാറ്റഗറി, ഇപ്പം നിങ്ങൾക്ക്
റമ്മി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാർഡിൻ്റെ ഗെയിമെല്ലാം ആണെങ്കിൽ ഇഷ്ടമെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു ഗെയിം അവിടെ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ല നിങ്ങൾക്ക് സബ്വേ സർഫസ് അങ്ങനെ സിമ്പിൾ ഗെയിംസൊക്കെ ആണെങ്കിൽ അതുപോലത്തെ ഗെയിം അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ എല്ലാം മൈനസായി വരുന്നത് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ലെവൽ റീച്ച് ചെയ്താൽ മാത്രമേ അവരുടെ പോയിൻ്റ് നമുക്ക് ഇങ്ങോട്ട് ആഡാക്കി തരത്തുള്ളൂ. നല്ല രീതിക്ക് ലെവൽ റീച്ച് ചെയ്യണം, വെറുതെ അങ്ങ് കളിച്ചാൽ പോരാ. ഓക്കെ, സോ അതാണ് സംഭവം. ഓക്കെ, അത് ഏതെങ്കിലും ഓഫർ വാൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കളിക്കുക. പിന്നെ ഇത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ മാത്രമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ്, സിമ്പിളായിട്ടുള്ള ഏണിംഗ് മെത്തേഡ് കാര്യങ്ങളൊക്കെയാണ്. സോ താഴെയായിട്ട് ഞാൻ പറഞ്ഞു, ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് ഡെയിലി ലോഗിൻ ചെയ്ത് തന്നെ നിങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇവിടെ ഡെയിലി ചെക്ക് ഇൻ റിവാർഡ് 1 പോയിൻ്റ് എന്ന ഓപ്ഷൻ കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിന് മുന്നേ എൻ്റെ ആദ്യം ഇപ്പോൾ 10 രൂപയാണ്. സോ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എത്ര രൂപ എന്ന് ഞാൻ കാണിച്ചു തരാം. സോ അധികമൊന്നും കിട്ടത്തില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതല്ലേ ഉള്ളൂ. സോ എൻ്റെ വണ്ടി ഇപ്പോൾ 10 രൂപയാണ്, ഇപ്പോൾ 11 രൂപയായി. അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വേറൊന്ന് പറയാൻ മറന്നു, 100 പോയിൻറ്റ്സിൻ്റെ വാല്യൂ 80 രൂപയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഓഫർ വാൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇപ്പുറത്ത് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. സോ അതിൻ്റെ പോയിൻറ്റിൻ്റെ വാല്യൂ ആണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ 100 പോയിൻറ്റ്സ് കഴിഞ്ഞാൽ 80 രൂപ കിട്ടും. ഓക്കെ, സോ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം 80 ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി. കാരണം ഇതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഇത് ലൈഫ് ടൈം ആപ്ലിക്കേഷനാണ്. നിങ്ങൾ വർക്ക് ചെയ്ത് ഒന്നായിട്ട് വർക്ക് ചെയ്ത് കഴിയുന്നതും വർക്ക് ചെയ്തിട്ട് അവസാനം നിങ്ങളെ മോചിച്ചിട്ട് പോകുന്ന ആപ്ലിക്കേഷൻ അല്ല ഇത്. 4-5 ഇയറായിട്ട് വർക്കിംഗ് ആണ്. ഒരു ലോസും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഇനി അങ്ങോട്ട് ഒരുപാട് കാലത്തേക്ക് വർക്ക് ആകുമ്പോൾ യാതൊരു സംശയവും വേണ്ട. നല്ലൊരു കമ്പനിയിൽ നിന്ന് ലോഞ്ച് ആയ ആപ്ലിക്കേഷനാണ്. ഓക്കെ, സോ ഇനി വിഡ്രോ അടിക്കാനായിട്ട് നിങ്ങളെ UPIയിലോട്ടാണ് വിഡ്രോയിൽ വരുന്നത്. സോ വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് വെയിറ്റ്. ഓക്കെ, 3 സെക്ഷനാണ് വരുന്നത്. നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ടിലോട്ട്, അതായത് നിങ്ങൾക്ക് USDT ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്, INR അല്ല മറ്റുള്ള കറൻസി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ടു പേപ്പാൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ പേപ്പാൽ ID ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതല്ല PTM ആണെങ്കിൽ PTM താൽക്കാലികമായിട്ട് നിർത്തിയത് നിങ്ങൾക്കറിയാം. RBI റിജക്റ്റ് ചെയ്തു, RBIയുടെ ഇഷ്യൂ ഉള്ള കാരണം PTM താൽക്കാലികമായിട്ട് എല്ലാ ആപ്ലിക്കേഷനിലും നിർത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ഗൂഗിൾ പേ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഗൂഗിൾ പേ യൂസർ ആയിരിക്കും. സോ ഗൂഗിൾ പേ ഇവിടെ സെലക്ട് ചെയ്യുക. ഗൂഗിൾ പേ ഇല്ലെങ്കിൽ സിമ്പിളാണ്, നിങ്ങൾ അറിയാവുന്ന ആരുടെയും ഗൂഗിൾ പേ UPID വാങ്ങിച്ചാൽ മതി. ഓക്കെ, സോ ആ ഒരു ആഡ് ഈ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഗൂഗിൾ പേയുടെ മൊബൈൽ നമ്പർ വേണേൽ കൊടുക്കാൻ പറ്റും. അതല്ല UPID ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UPID ഇവിടെ കൊടുക്കുക. സോ UPID ആകുമ്പോൾ ഗൂഗിൾ പേൻ്റെ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ UPI ഫോൺ പേ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ UPID കൊടുത്താലും നിങ്ങൾക്ക് വിഡ്രോയിൽ റിസീവ് ആകും. ത്രൂ UPI ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് UPID എല്ലാ ബൈൻഡ് സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക. മിനിമം വിഡ്രോയിൽ 80 ആണ് പറഞ്ഞത്. എപ്പോഴാണോ നിങ്ങളുടെ വാലറ്റിൽ 100 പോയിൻ്റ് അഥവാ 80 രൂപ റീച്ച് ആവുന്നത്, 80 നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിന് താഴെ സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ കാണുന്നുണ്ടാവും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എമൗണ്ട് നിങ്ങളെ ബാങ്കിലോട്ട് സെൻഡ് ചെയ്യുന്നതാണ്. ഇത് മാനുവൽ പേയ്മെൻ്റ് ആണ്, അതുകൊണ്ട് 24 hours ടൈം എടുക്കും, ഇൻസ്റ്റൻ്റ് അല്ല. അതായത് മാനുവലായിട്ടാണ് അവർ പേയ്മെൻറ്റ് അയക്കുന്നത്. ഗൂഗിൾ പേക്ക് പ്രത്യേകിച്ച് ഗേറ്റ് വേ ഒന്നുമില്ല, മനസ്സിലായല്ലോ. ഇപ്പം നോർമലി ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് എല്ലാം ഗേറ്റ് വേ ത്രൂ API എല്ലാം വെച്ച് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. പക്ഷേ ഇത് നിങ്ങളുടെ നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്ത് അവർ നോർമലായിട്ട് അയക്കുന്നതാണ്, അല്ലെങ്കിൽ മാനുവലായിട്ട് അയക്കുന്നതാണ്. അതുകൊണ്ട് ടൈം എടുക്കും. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് റെഫറാനയുടെ ഓപ്ഷനാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് താഴെ റെഫറാനയുടെ എന്ന ഓപ്ഷൻ കാണുന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും പെർ റെഫർ എത്ര കിട്ടുന്നത്. ഓക്കെ, ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ USDT ആയാണ് കാണിക്കുന്നത്. ഒരാൾ ജോയിൻ ചെയ്താൽ 5 രൂപ, അവർ ഫസ്റ്റ് ഓഫർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, 5 രൂപ നിങ്ങളുടെ വാലറ്റിലോട്ട് ആഡ് ആവും. പിന്നെ നിങ്ങൾ ടോട്ടൽ എത്ര പേര് റെഫർ ചെയ്തെന്ന് കാണിക്കും. സോ ഞാനിപ്പോൾ 184 പേര് റെഫർ ചെയ്തു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഓൾമോസ്റ്റ് യൂട്യൂബ് തുടങ്ങുന്നതിനെക്കാട്ടും മുന്നുള്ള ആപ്ലിക്കേഷനാണ്. സോ എനിക്ക് മുന്നത്തെ ഒരു യൂട്യൂബ് ചാനലിനൊപ്പം തന്നെ റെഫർ ചെയ്തതാണിത്. അന്ന് മുതൽ ഇന്നേ വരെ ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. ഐ ആം സ്റ്റിൽ വണ്ടർ. ഓക്കെ, സോ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ മറക്കേണ്ട, അടിപൊളി ആപ്ലിക്കേഷനാണ്. എല്ലാവർക്കും മിനിമം ഇവരുടെ ഒരു മിനിമം എമൗണ്ട് എങ്കിലും ഇത് എടുക്കാൻ പറ്റും. കാരണം ഇത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി അവസാനം കൊണ്ടുപോയി പേയ്മെൻ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് പൂട്ടി അവരുടെ നാട് വിടുന്ന പരിപാടിയുള്ള ആപ്ലിക്കേഷൻ അല്ല ഇത്. അതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട. ബൈ.